എക്കാലത്തെയും വലിയ വിസ്മയമായ ദൃശ്യം അതിന്റെ മൂന്നാം ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ആവേശത്തിനൊപ്പം തന്നെ ആകാംക്ഷയുടെയും മുൾമുനയിലാണ് സിനിമാ പ്രേമികൾ. കൊച്ചിയിൽ നടന്ന ദൃശ്യം 3ന്റെ ഗംഭീരമായ ട്രെയിലർ ലോഞ്ച് ചടങ്ങിൽ മലയാളത്തിന്റെ പ്രിയ താരം മോഹൻലാൽ പങ്കുവച്ച വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. 13 വർഷമായി തന്നെ വേട്ടയാടുന്ന ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തെയും സിനിമയുടെ ഭാവി സാധ്യതകളെ കുറിച്ചും അദ്ദേഹം മനസ്സു തുറന്നു. 10,000-കണക്കിന് കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ മോഹൻലാലിന് പോലും ഇന്നും പിടികിട്ടാത്ത ഒരു കടങ്കഥയാണ് ജോർജ് കുട്ടി എന്നത് ഏറെ ശ്രദ്ധേയമാണ്. കൊച്ചിയിൽ നടന്ന ദൃശ്യം 3ന്റെ ഗംഭീരമായ ട്രെയിലർ ലോഞ്ച് ചടങ്ങിൽ സംസാരിക്കവേ 13 വർഷമായി തന്നെ വേട്ടയാടുന്ന ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തെക്കുറിച്ച് അദ്ദേഹം മനസ്സു തുറന്നു. സാധാരണഗതിയിൽ ഒരു സിനിമ ചെയ്യുമ്പോൾ ആ കഥാപാത്രത്തിന്റെ സ്വഭാവം കുറച്ചു കഴിയുമ്പോൾ നടന് ബോധ്യപ്പെടാറുണ്ടെന്നും എന്നാൽ ദൃശ്യം 3ാം ഭാഗത്തിൽ എത്തി നിൽക്കുമ്പോഴും ജോർജ് കുട്ടി ശരിക്കും ആരാണെന്ന് ഒരു നടനെന്ന നിലയിൽ തനിക്ക് ഇന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. താൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം തന്റെ നിയന്ത്രണങ്ങൾക്കും അപ്പുറത്തേക്ക് വളർന്നു കഴിഞ്ഞുവെന്നും അയാൾ അനുഭവിക്കുന്ന ഭയവും മാനസിക സമ്മർദ്ദവും വിവരണാതീതമാണെന്നും മോഹൻലാൽ പറഞ്ഞു. ജോർജ് കുട്ടി ഒരു കുറ്റവാളിയല്ലെന്നും മറിച്ച് തന്റെ കുടുംബത്തിന് വേണ്ടി സത്യം ഒളിപ്പിച്ചു വെക്കേണ്ടി വന്ന ഒരു സാധാരണക്കാരനാണെന്നും ഒരു വലിയ രഹസ്യം ഉള്ളിൽ ഒളിപ്പിച്ച് നടക്കുന്ന ആ കുടുംബനാഥന്റെ നിസ്സഹായാവസ്ഥ താരം ഏറെ വികാരാതീതനായിട്ടാണ് ചടങ്ങിൽ പങ്കുവച്ചത്. ദൃശ്യം 3ൽ ജോർജ് കുട്ടി എന്ന കഥാപാത്രം മുന്നത്തെക്കാളും സങ്കീർണമായ മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നത് പ്രേക്ഷകരിൽ വലിയ ആകാംക്ഷയാണ് ഉണർത്തുന്നത്. ജോർജ് കുട്ടിയെ ഇനിയെങ്കിലും ഒന്ന് രക്ഷിക്കണമെന്ന് താൻ സംവിധായകൻ ജിത്തു ജോസഫിനോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ ഇനിയും അയാൾ രക്ഷപ്പെട്ടിട്ടില്ലെന്നുമുള്ള മോഹൻലാലിന്റെ തുറന്നു പറച്ചിൽ സിനിമയിൽ വരാനിരിക്കുന്ന അപ്രതീക്ഷിതമായ വഴിത്തിരിവുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കാലം കടന്നുപോയതോടെ ജോർജ് കുട്ടിയുടെ മക്കൾ വളരുകയും അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറുന്ന ഒരു പിതാവിന്റെ നിസ്സഹായാവസ്ഥ സിനിമയുടെ വൈകാരികത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. തന്റെ ഉള്ളിലെ കുറ്റബോധം എവിടെയെങ്കിലും ഇറക്കി വെക്കാൻ ആഗ്രഹിക്കുന്ന ജോർജ് കുട്ടി ഒരു ഘട്ടത്തിൽ ആത്മീയതയിലേക്കോ തത്വചിന്തയിലേക്കോ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് താരം നിരീക്ഷിക്കുന്നത്. രണ്ട് കുടുംബങ്ങളുടെയും തുല്യമായ വേദനയും നഷ്ടങ്ങളും പ്രമേയമാകുന്ന ഈ ചിത്രത്തിൽ ആരാണ് തെറ്റെന്നോ ശരിയെന്നോ വേർതിരിച്ചു പറയാനാവാത്ത വിധം കഥാഗതി സങ്കീർണമാണെന്നും ഇത് കേവലം ഒരു കുറ്റാന്വേഷണ കഥ എന്നതിലുപരി മനുഷ്യവികാരങ്ങളുടെ ആഴത്തിലുള്ള ആവിഷ്കാരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദൃശ്യത്തിന്റെ അടുത്ത ഭാഗങ്ങളെ കുറിച്ചുള്ള പ്രേക്ഷകരുടെ ആകാംക്ഷയ്ക്ക് മോഹൻലാൽ നൽകിയ മറുപടി ഏറെ രസകരവും ആവേശം പകരുന്നതുമായിരുന്നു. ദൃശ്യം 4 വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാണെന്ന് വ്യക്തമാക്കിയ താരം എന്നാൽ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന്റെ മനസ്സിൽ ഇതിനോടകം തന്നെ ദൃശ്യം 5 വരെയുള്ള പദ്ധതികൾ ഉണ്ടെന്ന വലിയ വെളിപ്പെടുത്തലും നടത്തി. മെയ് 21-ന് തിയേറ്ററുകളിൽ എത്തുന്ന ദൃശ്യം 3-നായി ആരാധകർ കാത്തിരിക്കുമ്പോൾ ജിത്തു ജോസഫ് എന്ന മാന്ത്രിക സംവിധായകന്റെ കീഴിൽ മീന, എസ്തർ അനിൽ, അൻസിബ ഹസൻ എന്നിവർക്കൊപ്പം ഒരു വലിയ താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്. സതീഷ് കുറുപ്പിന്റെ ഛായാഗ്രഹണവും അനിൽ ജോൺസന്റെ സംഗീത പശ്ചാത്തലവും കൂടുതൽ മിഴിവേകുമ്പോൾ ഒരു കുടുംബത്തിന്റെ അതിജീവനത്തിനായി ജോർജ് കുട്ടി നടത്തുന്ന ഈ നീണ്ട യാത്ര 5ാം ഭാഗം വരെ നീളാനുള്ള സാധ്യതകൾ സിനിമാ ലോകത്ത് വലിയ ചർച്ചകൾക്കാണ് ഇപ്പോൾ വഴി തുറന്നിരിക്കുന്നത്. 2013-ൽ അത്യന്തം ലളിതമായ പശ്ചാത്തലത്തിൽ ഒരു കൊച്ചു സിനിമയായി യാത്ര തുടങ്ങിയ ദൃശ്യം ഇന്ന് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിന്റെ തന്നെ അഭിമാനമായി മാറുന്ന ലോകോത്തര ഫ്രാഞ്ചൈസിയായി വളർന്നു കഴിഞ്ഞു. കോവിഡ് മഹാമാരിയുടെ കാലത്ത് OTT പ്ലാറ്റ്ഫോമിലൂടെ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ 2ാം ഭാഗം ആഗോളതലത്തിൽ തന്നെ വലിയ ശ്രദ്ധ പിടിച്ചുപറ്റുകയും മലയാള സിനിമയുടെ ഖ്യാതി ഉയർത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഏറെ കാത്തിരിപ്പുകൾക്കൊടുവിൽ ദൃശ്യം 3 തിയേറ്ററുകളിൽ എത്തുമ്പോൾ ബോക്സ് ഓഫീസിലെ സകല റെക്കോർഡുകളും തകർക്കപ്പെടുമെന്ന വലിയ പ്രതീക്ഷയിലാണ് ആരാധകരും സിനിമാ ലോകവും. വീണ്ടും ആ പഴയ മൺവെട്ടിയുമായി ജോർജ് കുട്ടി രംഗപ്രവേശനം ചെയ്യുമ്പോൾ ഇത്തവണ അയാൾ ആരെയാണ് ഭയപ്പെടുന്നത് എന്നതും എന്തിനു വേണ്ടിയാണ് ഈ പോരാട്ടം എന്നതും സസ്പെൻസ് നിറയ്ക്കുന്നു. ഒരു സാധാരണക്കാരന്റെ അതിജീവനത്തിന്റെ ഈ 3ാം അധ്യായം മെയ് 21-ന് വെള്ളിത്തിരയിൽ തെളിയുമ്പോൾ ജോർജ് കുട്ടി ഒളിപ്പിച്ചു വെച്ച പുതിയ രഹസ്യങ്ങൾക്കായുള്ള കാത്തിരിപ്പിലാണ് മലയാളികൾ.